എക്സ് അത് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ അല്ലെങ്കിൽ അതിന്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1 ആണോ ഇതൊക്കെയാണ് ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത്. നമുക്ക് ഈ ഇൻഫിനിറ്റി ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഇന്റഗ്രേറ്റ് ചെയ്യണോ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ഇന്റഗ്രൽ a to b sin x dx എന്ന് എഴുതുകയാണ്. അതായത് ഇവിടെ ഇൻഫിനിറ്റിക്ക് പകരം b ആക്കി. അപ്പൊ അതിന് പകരം ഞാൻ ഇവിടെ കൊടുക്കുന്നത് ലിമിറ്റ് b എന്ന് പറയുന്നത് എന്തായിരിക്കണം ടെൻസ് ടു ഇൻഫിനിറ്റി ആയിരിക്കണം. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് സാധാരണ ഇന്റഗ്രേറ്റ് ചെയ്യണോ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ sin x എന്ന് പറയുന്നത് എന്താ മൈനസ് cos x ഫ്രം a to b. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. എന്തായാലും അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, which is equal to minus cos b plus cos a. ഇനി നമ്മൾ ഇവിടെ എല്ലാം വിട്ടുപോയൊരു കാര്യമുണ്ട്. ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി എന്നുള്ളത് ഇവിടെ എല്ലാം വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി b എന്ന് പറയുന്നത് ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ cos b ക്ക് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അതായത് കോസിന് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കോസിന്റെ ഗ്രാഫ് അറിയാവുന്നതാണ്. x എന്ന് പറയുന്നത് ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ cos x ന് എന്താ സംഭവിക്കുന്നത് cos x ഏതെങ്കിലും പോയിന്റിലേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ടോ? cos എന്ന് പറയുന്നത് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറഞ്ഞു പിന്നെ കൂടി കുറഞ്ഞു അങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതോറും ഈ ഒരു ടെൻഡൻസി തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പോയിന്റിലേക്ക് ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് അത് ടെൻഡ് ചെയ്ത് പോണില്ല. നമുക്കത് ഒന്നുകൂടെ മനസ്സിലാക്കാനായിട്ട് വേറെ കുറച്ച് ഗ്രാഫ്സ് കൺസിഡർ ചെയ്യാം. ഇവിടെ ഇപ്പൊ ഞാൻ ഗ്രാഫ് എടുക്കുന്നത് ഞാൻ വെറുതെ വരയ്ക്കുന്നതാണ്. ഈ 3 ഗ്രാഫ്സ് കൺസിഡർ ചെയ്യാം. ഇവിടെ ഈ ഗ്രാഫില് എക്സ് എന്ന് പറയുന്നത് ടെൻസ് ടു ഇൻഫിനിറ്റി ആവുമ്പോഴും ഈ ഫംഗ്ഷൻ വാല്യൂ എന്താ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ വാല്യൂയിലേക്ക് ടെൻഡ് ചെയ്യുകയാണ്. സപ്പോസ് ദിസ് ഇസ് m. ഓക്കെ, ഇനി നമുക്ക് എന്ത് പറയാം as x is tending to infinity the function value is tending to the value m. അതായത് ആ ഫംഗ്ഷന്റെ ലിമിറ്റ് as x tends to infinity എന്ന് പറയുന്നത് m ആണെന്ന് പറയാം. limit x tends to infinity f of x equal to m ആണെന്ന് പറയാം. ഇവിടെ x ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്നതോറും ഫംഗ്ഷൻ വാല്യൂ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് ഡൈവേർജിംഗ് ടു പ്ലസ് ഇൻഫിനിറ്റി. ഇവിടെ എന്താ സംഭവിക്കുന്നത് as x is tending to infinity the function value is tending to or diverging to minus infinity എന്ന് പറയാൻ പറ്റും. ഈ 3 സിറ്റുവേഷൻസും അല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ x എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്നതോറും cos x എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത് ഒരു വാല്യൂയിലേക്കും ടെൻഡ് ചെയ്യുന്നത്. പ്ലസ് ഇൻഫിനിറ്റി ആയും പോണില്ല മൈനസ് ഇൻഫിനിറ്റി ആയും പോണില്ല ഒരു പെർട്ടിക്കുലർ വാല്യൂയിലേക്ക് ടെൻഡ് ചെയ്തും വരുന്നില്ല. അത് ഇൻക്രീസ് ചെയ്തും ഡിക്രീസ് ചെയ്തും ഈ ഒരു ടെൻഡൻസി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് പറയാം cos x is ഓസിലേറ്റിംഗ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതായത് as x tends to infinity cos x ന്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അത് കൺവേർജന്റും അല്ല ഡൈവേർജന്റും അല്ല. ഓക്കെ, ഇവിടെ സിംഗിൾ സിറ്റുവേഷൻ ആണ് വന്നിരിക്കുന്നത്. എക്സിന് പകരം ഇവിടെ എന്തായിട്ടുണ്ട് b എന്ന് പറഞ്ഞാൽ വന്നിട്ടുള്ളൂ. as limit b tends to infinity cos b നെ പറ്റി നമുക്ക് എന്ത് പറയാൻ പറ്റും അത് ഓസിലേറ്റിംഗ് ആണ്, കൺവേർജിംഗും അല്ല ഡൈവേർജിംഗും അല്ല. അപ്പൊ സെയിം കാര്യം നമുക്ക് ഈ ഇന്റഗ്രലിനെ പറ്റിയും പറയാൻ പറ്റും. ഇന്റഗ്രൽ എന്ന് പറയുന്നത് is neither convergent nor divergent. ഓപ്ഷൻ സി.